ദേശീയഭാഗത്തിൻ്റെ ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ട്. അവരത് സോഷ്യൽ മീഡിയ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ കണ്ണൂർ റെയിൽവേ പോയിട്ട് ഈ മെമ്മോൻ്റെ മുമ്പിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും. ആ റംസാൻ മാസമൊക്കെ മുകളിൽ ഞാൻ 3-4 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയിക്കണേ. മാനസികമായിട്ടും ശാരീരികമായും സാമ്പത്തികം വളരെയധികം പ്രയാസം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. ചെയ്യുമെന്ന് പറയാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരിക്കണം. മോളെ പേരും നമ്പറും അശീല കമ്പനി ഉണ്ട്. എന്നാൽ കാണാൻ പറ്റുക, എന്നാൽ വരാൻ പറ്റുക, എന്ത് കാണുമെന്ന് വരിക, നിങ്ങൾ ആരെന്താ വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ജോലിക്ക് വേണ്ടി വിളിച്ചു. അപ്പോൾ രാത്രി 11 മണിക്കാണോ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുക, ഒരു സ്ത്രീയുടെ മൊബൈലിൽ കയറി. നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. എൻ്റെ ഫോണിലേക്ക് ഒരു അശീല ചുമയുള്ള ഒരുപാട് മെസ്സേജുകൾ വന്നു. തുടരെ 8-1 വന്നിക്കുന്നത്, തുടരെ വന്നുകൊണ്ടിരിക്കും. അത് വിട്ടിക്കത് 1 വേ വിട്ടിക്കാണ്. വീട്ടിൽ ഒമ്പദേശ നിൽക്കുകയാണ്, ഹോം നേഴ്സായിട്ട് ജോലിയാണ്. ഇപ്പം അവർ തലശ്ശേരി റെയിൽവേയിൽ പ്രൈവറ്റ് ടിക്കറ്റ് കൊടുക്കുകയാണ്. നമസ്കാരം. റെയിൽവേ സ്റ്റേഷനുകളുടെ ബാത്റൂമുകളിലും KSRTC ബസ് സ്റ്റേഷൻ്റെ ബാത്റൂമുകളിലും വിവിധ പൊതു ഇടങ്ങളിലുമൊക്കെ പലരുടെയും ഫോൺ നമ്പറുകൾ ഭിത്തികളിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇത്തരത്തിൽ ഫോൺ നമ്പറുകളുടെ ഉടമസ്ഥരറിയാതെയായിരിക്കും ഈ നമ്പറുകൾ ചില മാനസിക രോഗികൾ എഴുതി വച്ചിട്ടുണ്ടാവുക. അതിൽ ആനന്ദം കണ്ടെത്തുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ ഒരു ട്രെയിനിൽ ഫോൺ നമ്പർ എഴുതി വയ്ക്കപ്പെട്ടതിൻ്റെ പേരിൽ മാനസിക പീഡനം സഹിച്ചുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വീട്ടമ്മയുടെ വേദനയുടെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആ വീട്ടമ്മ പറയും. നമസ്കാരം. നമസ്കാരം. ഒരു വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. എന്താ സംഭവം? അത് 2025 ഫെബ്രുവരി 28 എൻ്റെ പേരും എൻ്റെ നമ്പറും അശീല കമ്പനിയും കണ്ണൂർ മെമ്മോ ട്രെയിനിൻ്റെ ശുചിമുറിയിൽ എഴുതി വെച്ചിക്കുക. അങ്ങനെ ആ ഫെബ്രുവരി 28 എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ആരാഴ്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാൻ ഓട്ടോ ഒക്കെ വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞാനൊരു ലേഡീസായി ഞാൻ ഓട്ടോ ഓടിക്കണില്ല തന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് വേറെ കോൾ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഷബിനല്ലേ ചോദിച്ചു. അതേ അറിയാം. എവിടെ സ്ഥലം ചോദിച്ചപ്പോൾ എൻ്റെ വീട് വളാഞ്ചേരി, ഞാൻ മാറ്റി പറഞ്ഞു പെരിന്തൽമണ്ണാന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ പേരും നമ്പറും അശീല കമ്പനി ഉണ്ട്, കണ്ണൂർ മെമ്മോ ട്രെയിനിൻ്റെ ശുചിമുറിയിൽ എഴുതി വെച്ചിരിക്കുന്നു വെച്ചു. അത് നല്ലൊരു ഏട്ടനായിരുന്നു. അപ്പോൾ അതോട് മോള് പരാതി കൊടുക്കണം, ഇങ്ങനെ അനാവശ്യ അശീല വാക്കൊക്കെ കമൻറ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സാറ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും രാത്രി 11 മണിക്ക് വീണ്ടും ഒരു കോൾ വന്നു. കോൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഷബിനല്ലേ ചോദിച്ചു. അതേ അറിഞ്ഞു. അപ്പോൾ എന്നോട് അറിഞ്ഞു പിന്നെ എന്നാൽ കാണാൻ പറ്റുക, എന്നാൽ വരാൻ പറ്റുക, എന്ത് കാണുമെന്ന് വരിക, നിങ്ങൾ ആരെന്താ വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ജോലിക്ക് വേണ്ടി വിളിച്ചു. അപ്പോൾ രാത്രി 11 മണിക്കാണോ ഒരു ജോലിക്ക് വേണ്ടി വിളിക്കുക, ഒരു സ്ത്രീയുടെ മൊബൈലിൽ കയറി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ടൈം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പം ഇതുവരെ ഇപ്പോഴാണ് വിളിക്കാറ്. എനിക്കിപ്പോഴാണ് വിളിക്കാൻ തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വായിൽ ഫുള്ള് തെറി നിങ്ങൾ കേൾക്കേണ്ടിരുന്നു പറഞ്ഞു. എന്ത് കേൾക്കുമെന്ന് അറിയാം, എന്തൊക്കെ കേൾക്കേണ്ടത്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ടൈലറല്ല, ഞാൻ ടൈലറൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഞാൻ പാലിയേറ്റീവ് പിന്നെ ട്രോമാ കെയറിലൊക്കെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമ്പർ കിട്ടിയപ്പോൾ അതൊന്നും പറയില്ല, അതൊന്നും ഈ അറിയണ്ട അറിഞ്ഞു, സംസാരിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു സ്വകാര്യ താല്പര്യം ഇല്ലാണ്ട് വെച്ച് പോടാ, ഞാൻ ഒരു തെറിയും പറഞ്ഞങ്ങാണ്ട് ഫോൺ അടച്ചു, കട്ട് ചെയ്തു തന്നെ. പിന്നെ ഇവന് രാവിലെ വീണ്ടും വിളിച്ചു. അങ്ങനെയാണ് എൻ്റെ ലീഡർക്ക് ഞാൻ നമ്പർ എടുത്ത് ലീഡർ വിളിച്ചിട്ട് പറഞ്ഞു ഇനി മേലിൽ അത് സ്ത്രീ അവർക്ക് വിളിക്കരുത്, സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. ആ നമ്പർ ഞങ്ങൾ ഇതിൽ പറഞ്ഞാൽ പാലിയേറ്റീവിലും ട്രോമാ കെയർ പല ആൾക്കാർ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പലരും വിളിക്കും സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ പലരും വിളിച്ച് കഴിഞ്ഞാൽ ഇത് മോശമല്ലേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് പിന്നെ എനിക്ക് എന്താ ഞാൻ പറയാം, ഈ ഫെബ്രുവരി 28 തൊട്ട് ഇന്ന് വരും ആ റംസാൻ മാസമൊക്കെ മുകളിൽ ഞാൻ 3-4 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയിക്കണേ. മാനസികമായിട്ടും ശാരീരികമായും സാമ്പത്തികം വളരെയധികം പ്രയാസം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. കണ്ണൂർ റെയിൽവേയിൽ 3 പ്രാവശ്യം പോയിക്കണം. പാലക്കാട് DSP സാറുണ്ട് ഹെഡ് ഓഫീസ്, അവിടെ ഞാൻ 2 പ്രാവശ്യം പോയിക്കണം. മുഖ്യമന്ത്രിക്ക് ഞാനിത് വെച്ചിട്ട് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, SP-ക്ക് റെയിൽവേ SP-ക്ക് പരാതി കൊടുത്തു. പിന്നെ മലപ്പുറം ജില്ലാ പിന്നെ കളക്ടർക്ക് ഞാൻ പരാതി കൊടുത്തു. പിന്നെ ഇവർക്കൊക്കെ ഞാൻ പരാതി കൊടുത്തു. പക്ഷേ ഇതുവരെ നടപടിയൊന്നും കണ്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും വന്ന നമ്പറുകളും പിന്നെന്താ ഞാൻ കണ്ണൂർ സ്റ്റേഷനിൽ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തു. അവർ ഞാൻ അവർക്ക് വിളിക്കുമ്പോൾ അവർ എൻ്റെ ഫോണ് ആദ്യമൊക്കെ പ്രാവശ്യം എടുത്തു, പിന്നെ വിളിക്കുമ്പോൾ അവർ ഫോൺ കട്ടാക്കുക, ഞാൻ ബിസിയാണ് 24 ടൈമും ഞാൻ അവർക്ക് വിളിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയും ഫോൺ കട്ടാക്കി ശബരി ഞാൻ പിന്നെ വിളിക്കാറ് എപ്പോൾ വിളിക്കുമ്പോഴോ. അപ്പം ഞാൻ അങ്ങനെ DSP സാറ് ഹെഡ് ഓഫീസിലേക്ക് പാലക്കാടേക്ക് വിളിച്ചു. സാറേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിക്കുമ്പോൾ അവർ കട്ടാക്കും, ഞാൻ എന്ത് ചെയ്യുക? അപ്പോൾ സാർ പറയും
ഞാൻ വിളിക്കാൻ അന്വേഷിക്കാറ്. പിന്നെ അവരും കട്ട് ചെയ്യും. പിന്നെ ഞാൻ പിന്നെ എന്താ കണ്ണൂർ പോയി ഞാൻ പറഞ്ഞു നിങ്ങളത് ഫോൺ എന്താ അന്വേഷിച്ചത് കട്ടാക്കരുത്, ഞാനല്ലേ പരാതി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ എഴുതി വെച്ച ആൾ ഞാൻ 15 വർഷമായിട്ട് പരിചയമുള്ളൊരു വീട്ടിൽ ഒമ്പതാഴ്ചയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ് ഇത് എഴുതി വെച്ചത് ആളെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ? ആളെ കണ്ടുപിടിച്ചു. അതെങ്ങനെ? അത് പല രീതിയിലും ഈ സ്ത്രീ എന്നെ പലരോടും പറഞ്ഞത് ഇതായിട്ട് ചെവിയിൽ കേട്ടു. എങ്ങനെ പറഞ്ഞു? നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞു? പിന്നെ ഞാൻ അവൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എഴുതുന്നതിൻ്റെ 4 ദിവസം മുന്നേ വേറെ ആളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ പണി കൊടുക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് ഇതിനകത്ത് ഈ ഫോൺ നമ്പർ എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പിന്നീട് അറിയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ആളുടെ പേര് വെച്ചിട്ട് പരാതി കൊടുത്തോ? ഈ ആളെ പേര് വെച്ചിട്ട് ഇപ്പോൾ പരാതി കൊടുത്തു പറഞ്ഞത് സംശയ രീതിയിലുള്ള ആൾ പറഞ്ഞിട്ട് ഇയാളെ പേര് ഞാൻ കൊടുത്തു. എന്നിട്ട് അവരെ കണ്ണൂർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവരോട് ചോദിച്ചു എഴുതിക്കണോ ചോദിച്ചപ്പോൾ ഇതല്ല പറഞ്ഞു. ആരിപ്പോൾ സാറാണെങ്കിൽ ഞാൻ എഴുതിക്കോ സാറില്ല എന്നല്ല പറയാം. ആരെ വിളിച്ച് പറഞ്ഞാൽ ഞാനത് പറയാം. അതിനൊക്കെ ഞാൻ എഴുതിക്കണോ ചോദിച്ചാൽ ഇല്ല എന്നല്ല പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത് ഇവർ തന്നെയാണ് ഇത് എഴുതിയത്? അത് നേരത്തെ എനിക്ക് ഇവരിൽ നിന്നൊരു മാനസികമായ ഒരു പീഡനം എൻ്റെ പിന്നെന്താണ് റിലേഷനിൽ വിളിച്ചിട്ട് പിന്നെന്താണ് ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കണില്ലേ, ഇപ്പോൾ 9 ദിവസം വർക്ക് ചെയ്യണില്ലേ ആ വീട്ടിലത്തെ ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമുള്ള ആൾ ഒരു വടകര മുതുകുളത്തൂർ ഒരു വീട്ടിൽ 9 ദിവസം നിൽക്കുകയാണ്. ജോലിയാണ്. ഇപ്പം അവർ തലശ്ശേരി റെയിൽവേയിൽ പ്രൈവറ്റ് ടിക്കറ്റ് കൊടുക്കുകയാണ് സംശയമുള്ള ആൾ. ഇപ്പോൾ സംശയമുള്ള ആളാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് വിട്ടു പറയുന്നത് ഈ 9 ദിവസമാണ്. പിന്നെന്താണ് വടകര മുതുകുളത്തൂർ ചേരപ്പുറത്ത് വീട്ടിലെ പിന്നെന്താണ് അവരെ വീട്ടിലാണ് നിൽക്കുന്നത്. അബ്ദുലാജി അറിയാം. അവരെ വീട്ടിൽ അവരെ ഭാര്യയെ നോക്കാനാണ് നിന്നത്. ആ ഉമ്മ ഫെബ്രുവരി 1-ാം തീയതി മരിച്ചതിന് ശേഷം ഈ സ്ത്രീ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ ഒരാഴ്ച അല്ല ജൂൺ 27-ാം തീയതി എൻ്റെ ഫോണിലേക്ക് ഒരു അശ്ലീല ചുമയുള്ള ഒരുപാട് മെസ്സേജുകൾ വന്നു. തുടരെ 8/1 വന്നിരിക്കുന്നത്. തുടരെ വന്നുകൊണ്ടിരിക്കുന്നു. അത് വിട്ടിക്കുന്നത് 1 വേ വിട്ടിക്കാണ്. ആ 1 വേ വിട്ടപ്പോൾ ഇവരെന്ത് വിചാരിച്ചു 1 വേ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കാണാനും പറ്റുക സ്ക്രീൻഷോട്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു വേറെ ഫോൺ വെച്ച് അത് ഓരോ കോപ്പി ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ഇവരെടുത്തത് അവർ ടൈപ്പ് ചെയ്തിക്കുക. അവർ ഓരോ അക്ഷയ സെൻറ്ററിൽ അവിടെ പോയിട്ട് അവർ ടൈപ്പ് ചെയ്ത് അടിച്ചിട്ട് ഓരോ പ്രിൻ്റ് ആക്കിയിട്ടാണ് അവരെടുക്കുന്നത്. ഈ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിൻ്റ് ആര് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ആരാണ് പ്രിൻ്റ് എടുത്ത് കൊടുത്തു, ആ ടൈപ്പ് അവരും പിടിക്കണ്ടതല്ലേ. അപ്പം എൻ്റെ മൊബൈലിൽ അത് ഇന്നും കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസിൽ പരാതി കൊടുത്തുണ്ട്. അപ്പം ഞാൻ ഇതിനൊക്കെ സൈബറിൽ പരാതി കൊടുത്തു. മലപ്പുറം സൈബറിൽ പരാതി കൊടുത്തു. അവർ വിളിച്ചു. ഇനി പിന്നെ എന്താ അപ്പോൾ അവൾ സൈബർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മേലിൽ അങ്ങനെ ഒന്നും ചെയ്യൂല സാറേ, എൻ്റെ മേലിൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ലായിരുന്നു. അവർ സമ്മതിച്ചു അവരാ ചെയ്തതെന്ന്? സമ്മതിച്ചു. ഇനി മേലിൽ ഞാൻ അങ്ങനെ വിടൂലായിരുന്നു. സമ്മതിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ സൈബറിൽ 2 ആഴ്ച കൊണ്ട് കേസ് എടുക്കാതെ പറഞ്ഞിട്ട് കേസ് എടുക്കുക 2 ആഴ്ച വെച്ചിട്ട് കാണാത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു പിന്നെ മലപ്പുറം SP പരാതി കൊടുത്തു. SP പരാതി കൊടുത്തു. അവിടെ ചെന്ന് ജില്ലാ സൂപ്രണ്ടിനോട് സംസാരിച്ചു. അവർക്ക് സംസാരിച്ചപ്പോൾ അവർ പരാതി സ്വീകരിച്ചു രസീത് തന്നു. അതിൻ്റെ കയ്യിലുണ്ട്. പിന്നെ സാറ് ഫോട്ടോ എടുത്തില്ലേ, എല്ലാ ഫോട്ടോ സാറ് എടുത്തിട്ടുണ്ടല്ലോ, എടുത്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കോപ്പി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ SP ഒരു പരാതി കൊടുത്തിരുന്നില്ലേ, അതിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം പരാതി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൗകര്യത്തിന് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് തിങ്കളാഴ്ച വരാൻ സമയമില്ല, ഞാൻ ചൊവ്വാഴ്ച വരാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എന്താണ് ആ സ്ത്രീക്ക് റെയിൽവേയിൽ എന്താ ജോലി അത്രേ, പിന്നെ അവർ വരിക പിന്നെ അടുത്ത ചൊവ്വാഴ്ച എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ച അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാണെന്നുള്ളത് ഇപ്പം സൈബർ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അത് പറഞ്ഞു ഇനി മേലിൽ ഞാൻ അങ്ങനെ വിടൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും അവർക്ക് വിട്ടെടുത്തു. നിങ്ങളുടെ ഈ നമ്പർ എഴുതി വെച്ചത് ട്രെയിനിൽ നിന്ന് ട്രെയിനുകളിലേക്ക് ആളുകൾ ഇങ്ങനെ വിളിക്കണേ വിളിച്ച് ഡിസ്റ്റർബ് എടുക്കുക. രാത്രി രാവിലെ പകല 24 ടൈമിൽ വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഫോൺ ഇപ്പം നമ്മൾ പാലിയേറ്റീവിലായാലും ട്രോമാക്കാർ പലതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. നമ്മളിത് അറിയാത്ത നമ്മളെടുക്കുമ്പോഴത്തേന് ഷെബിനല്ലേ എവിടെയാണ് വരാൻ പറ്റുമോ കാണാൻ പറ്റുമോ മുത്ത കരൾ എന്തൊക്കെ അനാവശ്യമായിട്ട് അറിയാം. ഫുള്ളിൻ്റെ ഫോണിൽ റെക്കോർഡുണ്ട്. റെക്കോർഡ് എന്നാൽ കണ്ണൂർ റെയിൽവേ പിന്നെ 11 മണി കഴിഞ്ഞാൽ കോൾ വരാം. രാത്രി 11 മണി കഴിഞ്ഞാൽ കോൾ വരാം. വിളിക്കും. പിന്നെ ഇപ്പോൾ മിന്നാന്ന് തൊട്ടിട്ട് ഞാൻ ഇപ്പോൾ പരാതി കൊടുത്തില്ല, സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിന് ശേഷം മിന്നാന്ന് കണ്ടിട്ട് എനിക്കൊരു കോൾ വരുന്നു. ആ കോൾ വരുമ്പോൾ വിളിച്ചും കൊണ്ട് ഇരിക്കണം ഇന്നെ കാട്ടിക്കണതാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോൾ ഇന്നെ ബ്ലോക്ക് ആക്കിക്കുക, പിന്നെ അങ്ങോട്ട് വിളിക്കും ചെയ്യാം. ഇന്നെ അങ്ങോട്ട് ബ്ലോക്ക് ആക്കി ഞാൻ വിളിക്കും, പക്ഷേ എന്നോട് ഇന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുക ആ നമ്പർ. അപ്പോൾ ഞാനിപ്പോൾ ആ നമ്പരും നിങ്ങൾക്ക് വരുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്? നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓഡിയോ കോളായിട്ട് വരുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വരുന്ന നമ്പർ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
റെക്കോർഡ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും നിങ്ങൾ സിം നമ്പർ മാറൂല. സിം നമ്പറില്ല. ഞാനെന്താ അവരെ പേടിച്ച് പോണ്, അവരിന്നെ പേടിച്ചല്ലേ പോണ്. ഞാനും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തു. ഇത്രയും ഇന്ന വനിതാ സെല്ലിൽ പരാതി കൊടുത്തു, SP ക്ക് പരാതി കൊടുത്തു, സൈബറിൽ പരാതി കൊടുത്തു, ഇന്ത്യ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, കണ്ണൂർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGP ക്ക് പരാതി കൊടുത്തു, പിന്നെ റെയിൽവേ SP ക്ക് പരാതി കൊടുത്തു. ഇത്രയും പരാതികൾ ഞാൻ കൊടുത്തിക്കണ്. പിന്നെ ഞാനിക്ക് എൻ്റെ നമ്പർ മാറ്റുന്ന ആവശ്യമില്ല. ഞാൻ അവരെ പേടിച്ച് എന്തിനു പോകണം, നമ്പർ എന്തിനു മാറ്റി ഞാൻ അവർക്ക് തെറ്റ് ചെയ്ത് പരാതി കൊടുത്തിക്കണം. ഞാൻ ചെയ്ത് കഴിച്ചേക്കിനറിയില്ല, അവരുടെ നമ്പർ മാറ്റി പോകണം, ഞാനല്ല മാറ്റി പോണത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നെ ഡിസ്റ്റർബ് 1.5 വർഷം ഇന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ എന്താണ് മറ്റേ ദേശീയഭാഗത്തിൻ്റെ ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ട്, അവരത് സോഷ്യൽ മീഡിയ എൻ്റെ ഫോണിലേക്ക് വിട്ടേറും ചെയ്തിരിക്കണം. അവർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പം ഞാൻ DRCC പിന്നെന്താ മനുഷ്യാവകാശ സംഘടനയ്ക്ക് പരാതി. ഞാനിത് അറിയുന്നത് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ മലപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒരു പരാതി പറയുന്നു, ഒരുപാടിടങ്ങളിൽ ഒരു പരാതി കൊടുത്തവരാണ്, ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവരിലേക്ക് ഒരു പരാതി എത്തി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞു വന്നത്. അപ്പോഴാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ആ കേസിൻ്റെ ലിസ്റ്റും FIRൻ്റെ കോപ്പികളും എല്ലാം ഞാൻ കണ്ടു. അത് നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അത്തരത്തിൽ പരാതികൾ ഇത്രയും കൊടുത്തിട്ടും ഒരു വീട്ടമ്മയ്ക്ക് യാതൊരുവിധ സംരക്ഷണവും കേരളത്തിലില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ മാനസികമായ സാമ്പത്തിക വളരെയധികം പ്രയാസം ബുദ്ധിമുട്ടില്ല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ അറിഞ്ഞത് നിങ്ങൾ ഇത്തരത്തിലൊരു കോളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആത്മഹത്യ ചെയ്യാനായിട്ട് റെയിൽവേ പോയി എന്നൊക്കെ ഞാൻ കണ്ണൂർ പോയിട്ട് ഇത്രയും ധൈര്യം കാണിക്കുന്നവരാണ്. കണ്ണൂർ പോയിട്ട് SIൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഈ ചാനൽ കേൾക്കുന്ന SIക്ക് അറിയിക്കാറ് കണ്ണൂർ SI ഞാനിപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തിറക്കം വളർക്കണം. ഞാൻ വീണ്ടും എൻ്റെ ഫോണിൽ വെച്ച് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് കണ്ണൂർ SIനോട് ഞാൻ പറഞ്ഞേക്കുന്നത്, ആദ്യത്തെ SIനോട് പറഞ്ഞേക്കുന്നത്, രണ്ടാമത് SI മാറിക്കണ് അവരടുത്തും പറഞ്ഞു, DSP സാറ് മറ്റേ പാലക്കാട് അവരടുത്തും വിളിച്ച് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കണ്ണൂർ റെയിൽവേ പോയിട്ട് ഈ മെമ്മോൻ്റെ മുമ്പിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേക്കണം. ഇപ്പം എനിക്ക് അതല്ലാതെ യാതൊരു മാർഗ്ഗമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അല്ല, നിങ്ങൾ ഫോൺ നമ്പർ മാറില്ല എന്നുള്ളൊരു അപ്പൊ അത്രയും മനസ്സുറപ്പുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമല്ലോ. ഇതിനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്കെതിരെ ചെയ്തവർക്കെതിരെ നടപടി എടുക്കണം. അതന്നെ ഇപ്പൊ ചാനലിന് മുന്നിൽ നിങ്ങൾക്ക് തക്ക നടപടി എടുക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു സംഘടന. ഇത് കാണുന്ന അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, ഒരു വീട്ടമ്മയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ നിങ്ങളുടെ മുന്നിൽ, അധികാരികളുടെ മുന്നിൽ കൈനീട്ടി അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടും നാളിതുവരെ നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് ഈ കേരള നാടിന് തന്നെ സങ്കടവും അപമാനവുമാണ്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇവരോടൊരു ദയ കാണിക്കണമെന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ചേച്ചി പറയാനുണ്ടോ? ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ കൊലപ്പെടുത്തുമെന്നും പറഞ്ഞു, പരാതി കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പറഞ്ഞു. ജൂൺ 27 എനിക്ക് ഈ പറഞ്ഞ സ്ത്രീ തന്നെ പിന്നെ എൻ്റെ ഫോണിക്ക് കുറച്ച് അശീത ചുമയുള്ള വാക്ക് കിട്ടിക്കണം. എൻ്റെ രഹസ്യഭാഗത്തിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഈ ഫോട്ടോ അവളെ മൊബൈലിൽ വെക്കുന്ന അവൾക്ക് അറപ്പാണ് എൻ്റെ മോള്. അപ്പോൾ അവരോട് ഞാൻ വെക്കാൻ പറഞ്ഞു. അവർക്കിത് എൻ്റെ അങ്ങനെ രഹസ്യഭാഗം ഞാനൊക്കെ ആർക്കും ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ നിക്കഴിച്ച് ഭർത്താക്കന്മാർക്ക് നമ്മൾ ഇട്ടെടുക്കുമോ? അങ്ങനെ എൻ്റെ രഹസ്യഭാഗത്തിൻ്റെ ഫോട്ടോ അവിടെ എടുത്തിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഈ സീനത്ത് എന്ന വ്യക്തി പറയുന്നുണ്ട്. പേരിനടുത്ത് പറഞ്ഞതാണ്, കണ്ണൂർ തളിപ്പറമ്പിൽ തിരുവട്ടൂർ. പിന്നെ എൻ്റെ ഫോണിലേക്ക് കാശി ചുമ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടിക്കണം. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഞാൻ പരിചയമുള്ള വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീട്ടിൽ വെച്ചിട്ട് അവിടുത്തെ ഉമ്മ ഞാൻ വിളിക്കുമ്പോൾ ഉമ്മാൻ്റെ നമ്പർ ബ്ലോക്കാക്കി വെക്കുക. അവിടുത്തെ മോനുണ്ട്, അവിടുത്തെ മോൻ്റെ ഭാര്യയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക. ഇനി ആരാണ് ഇങ്ങോട്ട് വിളിക്കാണ്, ഞാൻ ഷിഹാബ് എന്ന് പറഞ്ഞ വ്യക്തി പേര്, ഞാൻ ഇന്ന ആളെ വ്യക്തിയുടെ ഭാര്യയാണ്, ഇനി മേലെ ഇങ്ങോട്ട് വിളിക്കരുത്, അതാണ് അങ്ങോട്ട് ഇന്നെ ഒരുപാട് തെറി പറയാം. അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആര് ഈ പറയപ്പെടുന്ന ഷിഹാബിനെ നിങ്ങൾ വിളിച്ചു, അതിന്റെ പേരിൽ അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഷിഹാബിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 15 വർഷമായിട്ട് ഞാനിപ്പോൾ ഈ ഷിഹാബിൻ്റെ ഉമ്മാനും പെങ്ങളും പരിചയമുണ്ട്. അപ്പോൾ അവരെ ഉമ്മാനെയാണ് ഈ പറഞ്ഞ സ്ത്രീ സീനത്ത് എന്ന വ്യക്തി നോക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് അവർക്ക് ബോർഡ് കുഴിച്ചുമ്പോൾ ഇവള് ഇവളെ ഫോൺ ഇപ്പോൾ ഷിഹാബിൻ്റെ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് വെക്കണേ, രണ്ടാമത് ഷിഹാബ് കല്യാണം കഴിച്ചു, അതൊരു ടീച്ചറാണ്, കോളേജ് ഡയറക്ടറാണ്. ആ ടീച്ചർ ഇവർ കാരണം ഒഴിഞ്ഞുപോയി. അവർ കേസിലാണ്, ആ കേസ് വേറെ നടക്കുന്നുണ്ട്, ഒഴിഞ്ഞുപോയി. എന്നിട്ട് ടീച്ചർ വോയിസും കാര്യങ്ങളും എല്ലാം തെളിവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇത് ഇന്നോട് പറഞ്ഞൊക്കെ എന്താ രണ്ടാമത്തെ ഭാര്യ, ഷിഹാബിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്,
അപ്പം ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത് എന്നെ കല്യാണം കഴിച്ച് ഷാബ് പോടേ മുന്നേ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കുട്ടികളുണ്ടോ ചോദിക്കും നേരത്തെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടോ ചോദിച്ചപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ ഭർത്താവ് റഫീഖാണ് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഭർത്താവ് ഞാൻ ചോദിച്ചു ആദ്യം എന്താ നിങ്ങൾ ഒഴിവാക്കാൻ കാര്യം ഒഴിവാക്കിയാൽ എൻ്റെ ഭർത്താവ് ഡെത്തയക്കുന്നത് ആ വോയിസിൻ്റെ ഒക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ ഡെത്താക്കിയ ആളാണ് ഈ സ്ത്രീ. ഭർത്താവ് ഉണ്ടായിക്കൊണ്ടാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഡെത്തയക്കണം എനിക്ക് 2 കുട്ടികളുണ്ട്. അതിൻ്റെ രേഖ വ്യക്തമായ രേഖ നിങ്ങളുടെ എൻ്റെ അടുത്ത് റെക്കോർഡുണ്ട് ഞാൻ കാണിച്ചു. നമുക്കത് പ്രേക്ഷകരെ കേൾപ്പിക്കാം. കാരണം ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു വൺ സൈഡ് പറച്ചിൽ മാത്രം ആകരുത്. നിങ്ങളുടെ ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾ ഇത് വാർത്ത ചെയ്യുന്ന നിങ്ങളിലേക്ക് വന്ന നിങ്ങളുടെ തെളിവുകൾ, കാരണം ഇപ്പോൾ ഒരു ഡിഫർമേഷൻ വന്നാൽ നമുക്ക് കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ കഴിയും. ഞാൻ അവിടെ സംസാരിക്കും. അതേമാതിരി വീണ്ടും എൻ്റെ ഫോണിക്ക് ഓളെ നമ്പറല്ല ആ വേറെ നമ്പർ മാറ്റി എന്നെ വിളിച്ചു തരുന്നു ഞാൻ ഷാബിൻ്റെ വൈഫാണ് പിന്നെ അപ്പോൾ എവിടെ വീട് വെച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ ഈ ഷാബൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അവിടെ നിൽക്കുന്ന സർവൻ്റാണ് ഉമ്മ നോക്കുന്ന സർവൻ്റാണ് ഇവളെ പേര് സീരത്താണ് കണ്ണൂരാണ് ഇവളെ വീട്. അതേപോലെ ഇവിടെ ഭർത്താവിൻ്റെ പേര് മോളെ പേരും എല്ലാം എനിക്കറിയാം എനിക്കില്ലാതെ. അങ്ങനെ ഞാൻ തന്നെ ഓള് ഭാര്യയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അഭിനയിച്ച് നിന്നാണ്. എനിക്ക് അവളെ എല്ലാ സ്ഥലത്തും എനിക്കറിയാം. ഇതും ഞാൻ ഭർത്താവിന് ഈ പേര് പറഞ്ഞിട്ട് ഈ പ്രശ്നം വേണ്ടിയുള്ള ഭർത്താവിന് വിളിച്ചപ്പോൾ ഭർത്താവ് ഇതിന് കുറച്ച് സപ്പോർട്ട് നിൽക്കുന്നുണ്ട്. ഭർത്താവ് റഫീഖ് ഭർത്താവിന് വിളിക്കുമ്പോൾ എനിക്ക് വിളിക്കണ്ട. അപ്പോൾ ഓളിപ്പോൾ നിൽക്കുന്നത് മറ്റേ ഇവൻ്റെ കൂടെ തന്നെ വടകര ഷാബിൻ്റെ കൂടെ നിൽക്കണം. അവിടേക്ക് വിളിച്ചോ ഞാൻ വിളിച്ചത് ഇദ്ദേഹത്തിന് വിളിച്ചത് കേഫിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് വേണം അഡ്രസ്സ് തരുക എന്നിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ച മുന്നേ വിളിച്ചത് ആ റെക്കോർഡിൻ്റെ അടുത്തുണ്ട്. എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വിളിക്കണ്ട ഞാൻ അവിടെ ഒഴിവാക്കിയാണ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുക്കുക അവിടുത്തെ അഡ്രസ്സ് പോലീസിനോട് പറഞ്ഞില്ലേ പരാതിയിൽ ഉൾപ്പെടുത്തുകയും പോലീസ് വിളിച്ചപ്പോൾ നിങ്ങൾ കഴിഞ്ഞപ്പോൾ SP കൊടുത്തതിൽ എനിക്ക് പരാതി പറഞ്ഞു. ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ആ സീനത്ത് എന്ന വ്യക്തി എൻ്റെ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീതി കിട്ടണം. പിന്നെ എനിക്ക് കോംപ്രമൈസ് തന്നെ 2-3 പ്രാവശ്യം ഇവിടെ കേസ് വെച്ച് ഞാൻ കോംപ്രമൈസ് കൊടുത്തതാണ്. എനിക്കതിന് താല്പര്യമില്ല, കോംപ്രമൈസ് താല്പര്യമില്ല. ഇത് കേസായി മുന്നോട്ട് പോയിട്ട് നീതി കിട്ടണം. പക്ഷെ എത്ര നഷ്ടപരിഹാരം മഹാരാഷ്ട്രത്തിൽ ചെന്നാലും തീരില്ല. അങ്ങനത്തെ പരിപാടി എന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തത്. ഇവൾക്ക് കൊട്ടേഷൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടു കൊട്ടേഷൻ ഇവിടെ ബാക്കിലുണ്ട് ഞാൻ പറഞ്ഞിട്ടു. അങ്ങനെ ഞാനൊരു ന്യൂസ് കിട്ടി കൊട്ടേഷൻ ഉണ്ട്. വീണ്ടും ഇന്നെ വിളിച്ചു അതാ എൻ്റെ അടുത്തൊരു ബോംബുണ്ട് ആ ബോംബ് ഇന്നേറ്റ് കളിച്ചാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്നിട്ട് ഇനി കളിച്ചാൽ ആ ബോംബ് ഞാൻ പൊട്ടിക്കുന്നു. അവളുടെ ബോംബ് എന്താ നമുക്കറിയണ്ടേ. പിന്നെ യേശുദാസിന്റെ ഫോട്ടോ അവർക്ക് എങ്ങനെ കിട്ടി ആര് കൊടുത്തു. നിങ്ങളുടെ വസ്ത്രമില്ലാത്ത ഫോട്ടോകൾ അത് സോഷ്യൽ മീഡിയ എൻ്റെ വീട്ടിലെ കുടുംബങ്ങൾക്ക് അയച്ചു കൊടുക്കും. സോഷ്യൽ മീഡിയയിലിടും ഇൻസ്റ്റാഗ്രാമിലിടും ഒക്കെ ഭീഷണി വരിക. എന്തൊരു ശല്യം. 1.5 വർഷമായിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് തിരിച്ച് മറുപടി പരാതി കൊടുക്കൽ ഞാൻ ഒന്നും വരെ ഫോണിലേക്ക് ഒരു ഹായ് പോലും ഞാൻ വിട്ടിട്ടില്ല. എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ അറിയാം. എൻ്റെ ഫോൺ ഞാൻ ഏത് കോടതിയിലും കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ ഫോണിൽ അവർക്ക് എന്തെങ്കിലും വെക്കണമെന്ന് തയ്യാറാണ്. കൂടെ തന്നെയാണ് ഈ നമ്പർ ഇങ്ങനെ പൊതുയിടങ്ങളിൽ എഴുതി വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ശല്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചതുമ്പോൾ അമർന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ജൂൺ 2020 ജൂൺ 27 വെള്ളിയാഴ്ച രാത്രി 8:01 എൻ്റെ ഫോണിലേക്ക് 1 വേ ആയി വിട്ടുക. ഓരോ 11 പേജുണ്ട് വിട്ടത്. അതിൽ 2 കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടില്ല. അതാണ് അതിന് ഞാൻ കോപ്പി എടുത്തു. സാറ് കയ്യിലാണെന്നില്ല സാറ് ഫോട്ടോ എടുത്തില്ലേ അതുണ്ട്. അതിലാണ് എഴുതിക്കുന്നത്. രാഷ്ട്രീയഭാഗത്തിൻ്റെ ഫോട്ടോ അവളെ എടുത്തിട്ട് അതോടെ ഫോണിൽ വെക്കുന്നത് അറപ്പാണ്. അത് ഞാൻ മറ്റേ എല്ലാവർക്കും വിട്ടുകൊടുക്കും. സോഷ്യൽ മീഡിയയിലിടും. നിങ്ങളുടെ ഒരു വസ്ത്രമില്ലാത്ത ഒരു ചിത്രം അവരുടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കാര്യമില്ലല്ലോ. കാരണം നിങ്ങളുടെ അങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ ആർക്കും അയച്ചിട്ടില്ല. നിങ്ങൾ പിന്നെ പേടിക്കേണ്ട കാര്യം എന്താ? പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞ് തെളിയിക്കണ്ടേ, കോടതിയെ തെളിയിക്കണല്ലോ. അല്ല അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ ചിത്രം ആവില്ലല്ലോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നടപടിക്ക് പോയിട്ട് അങ്ങനെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അതിനുള്ള നടപടി സ്വീകരിക്കണ്ടേ. പിന്നെ അവരുടെ ഒരു ബോംബുണ്ട്, അത് പൊട്ടിക്കുക. ബോംബ് എന്താ നമ്മൾ അറിയണ്ടേ. ഇപ്പൊ വെല്ലുവിളികൾ ആരും എന്ത് ചെയ്യോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടെങ്കിൽ പോലും ആ തർക്കത്തിന്റെ പുറത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു ഡിസ്റ്റർബ് ഉണ്ടായിട്ടില്ല. അവരുടെ ഭാഗത്ത് അതേമാതിരി അവർ ഞാനിപ്പോൾ ഈ വീട്ടിൽ എന്താണെന്ന് എന്നോട് പറയില്ലേ ഷാബിൻ്റെ വൈഫാന്ന് പറഞ്ഞിട്ട് എന്നോട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാനും നേരത്തെ ഷാബ് പറഞ്ഞിട്ട് എനിക്കറിയാം. സർവൻ്റാണ്, കണ്ണൂരുള്ളതാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്, എല്ലാ ഡീറ്റെയിലും എനിക്കറിയാം. അറിഞ്ഞുകൊണ്ടേ സംസാരിച്ചതാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്കറിയാമല്ലോ. അങ്ങനെ ഈ സ്ത്രീനെ ഞാൻ കോഴിക്കോട് ബീച്ചിക്ക് വിളിച്ചു വരുത്തി. അപ്പം ഞാൻ എടുത്തു വയ്ക്കുന്ന സ്ത്രീനോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ മഹർ എടുത്ത് ചോദിച്ചപ്പോൾ സ്ത്രീ പറയാൻ എന്നോട് ഷിയാബ് പണയം വെച്ചിരിക്കുന്നത്. ഇത് കള്ളം പറഞ്ഞു. ഫുൾ വായ പൊളിച്ചാൽ കള്ളമുള്ളൂ പറയാം. അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ചത് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പം ഞാൻ ബീച്ചിലേക്ക് ഇവരെ വരുത്തുകയും ചെയ്തു. കാണുകയും ചെയ്തു. ആരെ കൊണ്ട് വിളിപ്പിച്ചു? ഞാൻ തന്നെ വിളിച്ചു.
വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു? അല്ലല്ല, ഈ നമ്പർ തന്നെ, എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാ? അതിനകത്തൊരു പൊരുത്തക്കേടുണ്ടല്ലോ ഇത്. അല്ല, കാരണം നിങ്ങളുടെ നമ്പർ അവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ വിളിക്കുന്ന നമ്പർ പറയാം, നിങ്ങളുടെ നമ്പറിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതേ നമ്പറിൽ നിന്ന് വിളിച്ച് നിങ്ങൾ ബീച്ചിൽ വരാൻ പറയുമ്പോൾ അവരെങ്ങനെ വരും? അതല്ല, ഇത് ഫസ്റ്റ് എന്നെ വിളിച്ചത് ഈ സ്ത്രീ വിളിച്ചില്ലേ 2024 ഏപ്രിൽ 30 വിളിച്ചത്. ഞാൻ ഷാബിൻ്റെ വൈഫാണ്, ഇനി മേലും ഇങ്ങോട്ട് വിളിക്കരുത്, പിന്നെ ഷാബിൻ്റെ എന്താണ് മേല് വിളിക്കരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നേരത്തെ കല്യാണം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ നേരത്തെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡിവോഴ്സല്ല, എനിക്ക് 2 കുട്ടികളുണ്ട്, കുട്ടികൾ BG-ക്കാർ പഠിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ഭർത്താവ് റഫീഖാണ്. എൻ്റെ മകൾ ഭർത്താവ് ചോദിച്ചു ഡിവോഴ്സ് ചോദിച്ചപ്പോൾ അല്ല, ഡിവോഴ്സല്ല, എൻ്റെ ഭർത്താവ് ഡെത്ത് അയക്കുന്നത്, ഭർത്താവ് ഒന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ മരിപ്പിച്ച ആളാണ്. ഇതൊന്നും അല്ലല്ലോ നിങ്ങളുടെ വിഷയം എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല. നിങ്ങളുടെ ഫോൺ നമ്പർ ഒരു പൊതുവിടത്തിൽ പ്രദർശിപ്പിച്ചു, അതും പ്രകാരം നിങ്ങൾക്ക് സ്വസ്ഥത പോകുന്നു, സ്ഥിരം വിളികൾ വരുന്നു, അതിന്മേലുള്ള നടപടി ഉണ്ടാക്കുക. നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നിങ്ങളെ നാണം കെടുത്തും, നിങ്ങളെ മാനം കെടുത്തും, നിങ്ങളെ നശിപ്പിക്കും എന്ന് പറയുന്നു. അതിനെതിരെ നടപടി ഉണ്ടാക്കുക. അല്ലാതെ ഒരു വ്യക്തിയുടെയോ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ കിടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ന്യായമായ പരാതിയാണെങ്കിൽ, ന്യായമായ ഒരു പരാതി നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. അത് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിയമപാലകർ ചെയ്യട്ടെ. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്തായാലും അതെല്ലാം നിയമപാലകരുടെ മുന്നിൽ എത്തിക്കുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എത്തിച്ചിട്ട് നടപടി കിട്ടിയില്ലെങ്കിൽ ഒരു നിയമ പോരാട്ടം തുടരുക. ഓക്കെ. വ്യക്തിവിരോധം നിമിത്തം ഒരാൾ ചെയ്ത ഒരു കുറ്റം ഒരു മാനസിക രോഗാവസ്ഥയിൽ ചെയ്ത കുറ്റമാണ്. അതുപ്രകാരം ഒരു മനുഷ്യജീവനാണ് അപകടത്തിലായിരിക്കുന്നത്. അധികാരികളുടെ ഭാഗത്തു നിന്നും ഉടനടി നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഈ ഒരു ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.